അപ്പോൾ നാട്ടിലെ താരങ്ങളുടെ കഥ തുടരുകയാണ്. ഇപ്പോൾ ഗിപ്പുവേട്ടൻ്റെ വേറൊരു കഥ പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ ഫുട്ബോൾ കളിക്കുമല്ലോ സാധാരണയായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും ഫുട്ബോൾ കളിക്കുമ്പോൾ സിദ്ദിഖ് സാർ അതിലൂടെ നടന്നു വന്നാൽ നമ്മൾ എന്ത് പറയും? പരിചയമുള്ളതുകൊണ്ട് സിദ്ദിഖ് സാർ നമസ്കാരം എന്ന് പറയും. അപ്പോൾ അതെല്ലാവരും പറയുന്നതാണ് കളിക്കുമ്പോൾ. അപ്പോൾ ഒരു ദിവസം നമ്മളൊക്കെ ഫുട്ബോൾ കളിക്കണം, മനുവേട്ടൻ അടിക്കുന്ന അടിക്കടാ. അപ്പോൾ ഗോപാലേട്ടൻ വരുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു, ഗോപാലേട്ടാ ആ മോനെ കളിക്കും മോനെ, ഗോപാലേട്ടാ ആ മോനെ കളിക്കും മോനെ, ഗോപാലേട്ടാ. അപ്പോൾ ഈ ഗിപ്പ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൊൽട്ട. ഗോപാലട്ടൻ തന്നെ ആലോചിക്കും, ഞാനിതെന്താ ഗൊൽട്ടനോ എന്താ സാധനം. അങ്ങനെ കോമേട്ടൻ വന്നപ്പോൾ പറഞ്ഞത് കൊംട്ട. അപ്പോൾ മൊത്തം സ്റ്റൈലിൻ്റെ ആളാണ്. ഇദ്ദേഹത്തിന് ഒരു പട്ടി ഉണ്ടായിരുന്നു. പട്ടിയുടെ പേര് പാണ്ഡു എന്നായിരുന്നു. ഈ പാണ്ഡുവിനെ അനുസരിപ്പിക്കലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ. അതായത് ആ കവലയിലൊക്കെ നിന്നിട്ട് ഷോ കാണിക്കലാണ്. പാണ്ഡു ഇവിടെ വരൂ. ആ പാണ്ഡു ഓടി വരും. അല്ലെങ്കിൽ വേണ്ട നീ അങ്ങോട്ട് തന്നെ പോയിക്കോളൂ, ഒന്നുകൂടി ഇങ്ങോട്ട് വരൂ, അല്ലെങ്കിൽ വേണ്ട 5 മിനിറ്റ് കഴിഞ്ഞു പോകും. അങ്ങനെയാണ്. ഞാൻ പാണ്ഡുവിനോട് എന്ത് പറഞ്ഞാലും പാണ്ഡു അനുസരിക്കും. പാണ്ഡു ഞാൻ പറയുന്നതിൻ്റെ അപ്പുറം പോവില്ല, ഞാൻ കൊടുത്ത ഭക്ഷണം മാത്രമേ അവൻ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോ നടത്തുമ്പോൾ കണ്ണേട്ടൻ വന്നു. കണ്ണേട്ടൻ ഒരു കൃഷിക്കാരനാണ്. 2 അടിച്ച് വന്നിട്ട് അവിടെ നിന്ന് എന്തോ ഒരു ബിസ്ക്കറ്റോ മറ്റോ എടുത്തിട്ട് കടിച്ച് തിന്നതിൻ്റെ ഇടയിൽ ഒരു കഷണം ബിസ്ക്കറ്റ് താഴെ വീണുപോയി. നമ്മുടെ മാവനാണെങ്കിൽ, ഈ ഗിപ്പു മാവനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് മൊത്തത്തിൽ കത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാണ്ഡു ഓടിച്ചാടി വന്നിട്ട് ഇയാളെ കാണാതെ ഈ ബിസ്ക്കറ്റ് അങ്ങ് കഴിച്ചു. പിള്ളേരൊക്കെ കളിയാക്കാൻ തുടങ്ങി. പാണ്ഡു ഇങ്ങോട്ട് പോകൂ, ഇങ്ങോട്ട് വരൂ, അങ്ങോട്ട് പോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിൽ കളിയാക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ കണ്ണൻ എന്ന് പറയുന്ന മാമൻ്റെ വീട് ഒരു തോട് കഴിഞ്ഞിട്ട് വേണം പോകാൻ. ഒരു ചെറിയ സ്ലാബ് ഉണ്ട്, ആ സ്ലാബ് കഴിഞ്ഞിട്ട് വേണം പോകാൻ. അപ്പോൾ ഈ കണ്ണന്മാവൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കല്യാണം പറയാൻ 2-3 പേര് വന്ന് ഈ സ്ലാബിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വന്ന് നിന്നിട്ട് വീട് ഏതാണെന്ന് തിരിയുന്നില്ല. ഈ കണ്ണേട്ടൻ്റെ വീട് മക്കളെ എവിടെ പോണ്? താഴെ കിടക്കാണ് തോട്ടിൽ മാമനിങ്ങനെ. എന്നിട്ട് അപ്പോൾ ഇവർ പറയാ, കണ്ണേട്ടൻ ഞങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് വരുമായിരുന്നു, ഇതെൻ്റെ മകൻ രമേശൻ, അവൻ്റെ കല്യാണമാണ്, അത് ക്ഷണിക്കാൻ വന്നതാ. കല്യാണമാണോ? മുകളിലേക്ക് നോക്കിയിട്ട്. എന്നിട്ട് നിങ്ങൾ എന്തുവാ മക്കളെ അവിടെ വന്ന കാലിൽ നിൽക്കുന്നത്? വാ ഇവിടെ വന്ന് ഇരിക്കുന്നു തോട്ടിൽ. അപ്പോൾ ഇതുപോലെ കുറേ നാട്ടിലെ താരങ്ങളെ നിങ്ങൾക്കും ഞാൻ ഇപ്പോൾ കഥ പറഞ്ഞപ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തിയിട്ടുണ്ടാവും. കുറച്ച് ചിരിയൊക്കെ സമ്മാനിക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.